എൻ്റെ പേര് ജെസ്സി ജോർജ്, മലമ്പുഴ സെൻറ്റ് ജോർജ് ഇടവാംഗമാണ്. എനിക്ക് കുറച്ച് ആഴ്ചകളായിട്ട് കാലിന് ഭയങ്കര വേദനയും ഒരു മിന്നുന്ന പോലത്തെ ഒരു ശക്തമായ വേദനയായിരുന്നു. അപ്പോൾ ഞാൻ ആ വേദന അങ്ങനെ സഹിച്ച് ഈശോയുടെ പീഡാസനത്തോട് ചേർത്ത് സഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദുഃഖാന തിരുനാളിൻ്റെ അന്ന് എനിക്ക് അതിശക്തമായ വേദന, എനിക്ക് കാലൊരു അടി പോലും എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് പള്ളിയിൽ പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, ഞാൻ കുർബാനയിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊന്തയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അച്ഛനിവിടെ പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട് വചനം ഇങ്ങനെ അനേകം തവണ ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്. അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാനും 16-12 വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ 1000 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് നിയോഗം വെച്ചു. അങ്ങനെ സൗഖ്യപ്പെട്ടിയ ഒരു രണ്ട് മാസം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുള്ളൂ എന്ന് ഞാൻ ഈശോയോട് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതിനൊരു തടസ്സമായിരുന്നു. മറ്റുള്ള വചനങ്ങളൊക്കെ ചൊല്ലാൻ പറ്റും, പക്ഷേ ഈ വചനം ഒരു 1000 പ്രാവശ്യം ചെല്ലണമെന്ന് വെച്ചിട്ട് എനിക്ക് പറ്റുന്നേ ഇല്ല. പിന്നെ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ എനിക്കിവിടെ വരാനായിട്ട് പറ്റിയത്. ഞാൻ ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന്. അച്ഛൻ പ്രാർത്ഥിച്ച് വിട്ടുവിടായിരുന്നു. അന്ന് ഞാൻ ഇവിടുന്ന് അന്ന് തന്നെ ബസ്സിൽ പോകുന്ന സമയത്ത് തന്നെ എനിക്കൊരു 53 പ്രാവശ്യം ചെല്ലാൻ പറ്റി. പിന്നെ വീട്ടിൽ പോയിട്ട് അന്നും പിറ്റേ ദിവസമായിട്ട് 1000 പ്രാവശ്യം ചൊല്ലി തീർത്തു. അതിനുശേഷം പിന്നെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ വേദന കുറഞ്ഞു, പക്ഷേ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി യോഹന്നാൻ 10:10 വചനം ഒരു 500 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ ഞാൻ ആ വചനവും ഒരു 500 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് എൻ്റെ കാലിൻ്റെ വേദന ആ ഒരു മിന്നുന്ന അവസ്ഥ ഉണ്ടായിരുന്നത് മാറിക്കിട്ടി. യേശുവേ നന്ദി.